മൂന്ന് മുന്നണികളുടെയും പ്രകടന പത്രികകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിനൊന്നും അവർ പോലും ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതായാലും ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ഇവർ നടപ്പാക്കാൻ പോകുന്നില്ല. KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇനിമേൽ ടിക്കറ്റ് എടുക്കേണ്ടതില്ല എന്ന പോലെയുള്ള തമാശകളാണ് ശ്രീ രാഹുൽ ഗാന്ധി മുൻകൈ എടുത്ത് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ പൂട്ടിച്ചിട്ടുള്ളത്. KSRTC പൂട്ടിയേ തീരൂ എന്ന് കോൺഗ്രസ്സുകാർക്ക് എന്തോ നിർബന്ധമുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി KSRTC ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഭർത്താവ് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി, ഭാര്യയ്ക്ക് ടിക്കറ്റ് വേണ്ട. ഇതൊക്കെ വല്ല കർണാടകത്തിലോ തെലുങ്കാനയിലൊക്കെ നടക്കും എന്നല്ലാതെ കേരളം പോലെ പ്രബുദ്ധമായൊരു സംസ്ഥാനത്ത് ഇതുപോലെയുള്ള ഉടായിപ്പുകളൊക്കെ കാണിച്ചാൽ കിട്ടാനുള്ള വോട്ട് പോകുമെന്നല്ലാതെ ഒരു വോട്ട് കൂടുതലായിട്ട് കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള തമാശകളൊക്കെ മാറ്റി നിർത്തി നോക്കിക്കഴിഞ്ഞാൽ UDFൻ്റെ പ്രകടന പത്രികയിൽ കണ്ട ഒരു ഐറ്റം സത്യം പറഞ്ഞ് എന്നെ ഞെട്ടിച്ചു എന്നല്ല, എൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മഹാസ്ഥാപനമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള തൂലികാനാമം. പക്ഷേ ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്നാണ് പൊതുവെ വിളിക്കപ്പെടുന്നത്.